പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വചനം നമുക്ക് വായിക്കാം. സംഗീതത്തിന് 18:31-32. യഹോവ അല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുള്ളൂ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴിയിൽ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. ശക്തി കൊണ്ട് അരമുറുക്കുകയും വഴിയിൽ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം. ആമേൻ. സ്തോത്രം. പലപ്പോഴും നാം ബലഹീനരായി തീരുമ്പോൾ, ശരീരത്തിൽ സുഖമില്ലാതെ ഭാരപ്പെടുമ്പോൾ, ഇനി അങ്ങനെ ആയിത്തീരും, എന്തായിത്തീരും എന്ന് ചിന്തിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, നമ്മെ ശക്തി കൊണ്ട് അരമുറുക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. പൗലോസ് പറയുന്ന പോലെ നമ്മെ ശരീരത്തിൽ ബലഹീനായിരുന്നാലും ആത്മാവിൽ ബലപ്പെടുവാൻ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. വഴി കുറവ് തീർക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമുക്ക് സമർപ്പിക്കാം. ആമേൻ. 1 രാജാക്കന്മാർ 18:46 വായിക്കുന്നു. യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേലിൽ എത്തുമ്പോഴേ ആഹാബിന് മുമ്പായി ഓടി. നമുക്കറിയാം, പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ഹോമയാകവും വിറകും മണ്ണും വെള്ളവും എല്ലാം കത്തി. ആമേൻ സ്തോത്രം. എന്നാൽ അതിനുശേഷം താൻ തിരിച്ചു വന്ന് ആഹാബിനോട് പറയുന്ന വാക്കാണ് നമ്മൾ അതിന് മുമ്പത്തെ വാക്യങ്ങളിൽ കാണുന്നത്. ആഹാബേ, ആമേൻ സ്തോത്രം, മഴയുടെ മുഴക്കം കേൾക്കുന്നു, അതുകൊണ്ട് നീ വേഗം രഥം പൂട്ടിപ്പോവുക, മഴയ്ക്ക് മുമ്പായി ഇസ്രായേലിൽ ചെല്ലുവാൻ വേണ്ടി അവനോട് പറയുന്നു. പക്ഷേ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. ആമേൻ സ്തോത്രം. മഴയുടെ ഒരു മുഴക്കവും ഇല്ലായിരുന്നു, അവിടെ മേഘങ്ങളൊന്നുമില്ലായിരുന്നു. ബാല്യക്കാരനെ പല പ്രാവശ്യം പറഞ്ഞു വിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ലാസ്റ്റ് വന്ന് ബാല്യക്കാരൻ പറയുന്നു, ഒരു കൈപ്പത്തിയോളം മേഘം ഞാൻ കാണുന്നു. പ്രാർത്ഥിച്ച വിശ്വസിക്കുന്ന ദൈവത്തിന് ആ കൈപ്പത്തി മതി. അവനറിയാം വലിയ മഴയുടെ മുഴക്കം അതിന് പിന്നിലുണ്ട്. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും, നമ്മുടെ മുമ്പിൽ ആമേൻ പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും, ഇനി അല്പം ഉള്ളതൊരു കൈപ്പത്തി പോലെ ഉള്ളെങ്കിലും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. അല്പം കൊണ്ട് അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം അല്പം കൊണ്ട് വലിയവയാക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിക്കാം. ആമേൻ സ്തോത്രം. ആമേൻ. 2 കൊരിന്ത്യർ 12 പൗലോസ് കർത്താവിനോട് പ്രാർത്ഥിച്ച എൻ്റെ ശരീരത്തിലുള്ള ശൂലം മാറുവാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ നിനക്ക് തികഞ്ഞു വരും. ഹല്ലേലൂയ. കാലം നമുക്ക് ആ ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശക്തി ബലമില്ലാത്തതിന് ബലം കൊടുക്കുന്ന, ശക്തിയില്ലാത്തതിന് ശക്തി കൊടുക്കുന്ന ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയുടങ്ങി സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്നു നിന്റെ ജനതയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലമില്ലാത്തതിന് ബലം കൊടുക്കുന്ന ദൈവം, ശക്തിയില്ലാത്തതിന് ശക്തി കൊടുക്കുന്ന ദൈവം. ആമേൻ സ്തോത്രം. ശക്തി കൊണ്ട് അരമുറുക്കുകയും ഞങ്ങളുടെ വഴിയിലെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം. നിന്റെ സന്നിധിയിൽ കർത്താവേ ഈ ജനത്തെ ഏൽപ്പിക്കുന്നു, അവരുടെ ജീവിതാനുഭവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെ വിവിധമായ വിഷയങ്ങളിൽ, ആവശ്യങ്ങളിൽ ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യം കൂടെ ഇരുന്ന് ശക്തീകരിച്ച് കുറവ് നികത്തി അനുഗ്രഹത്തോടെ ആമേൻ ജനത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.